Hello, good morning, my dear kids. Say good morning. Everybody, please say good morning. Yes, very good. A very good morning to one and all. So, I'm your English teacher. Which subject I'm teaching? Yes, English. Do you love English? Do you like English? Yes, we all like the language English. So, first of all, let me introduce myself. My name is Jubina K. Yes, what did the teacher say right now? How did I introduce myself? Yes, my name is Jubina. Okay, so how will you introduce yourself? How will you introduce yourself, Rayan? റയാൻ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക? റയാൻ എങ്ങനെ ഞാൻ റയാനാണെന്ന് വേറെ റയാൻ അറിയാത്ത ആളോട് പറയാ? എങ്ങനെ പറയാ? മൈ നെയിം ഈസ് റയാൻ കെൻ അല്ലേ? ഇപ്പോൾ ബാദുഷ എങ്ങനെ പറയാ? മൈ നെയിം ഈസ് ബാദുഷ. നജ ഫാത്തിമ എങ്ങനെ പറയാൻ പോകുന്നത്? മൈ നെയിം ഈസ് നജ ഫാത്തിമ അല്ലേ? ഓക്കെ, അങ്ങനെ പറയേണ്ടവർക്ക് അങ്ങനെ പറയാം. പിന്നെ നമുക്ക് വേറെ രീതിയിൽ പറയാം. ഐ ആം. അപ്പോൾ മിസ് എങ്ങനെ പറയുമെന്നറിയോ? ഐ ആം ജുബിന. അപ്പോൾ നമ്മുടെ ഹാഷിം എങ്ങനെ പറയാൻ പോകുന്നത്? ഐ ആം ഹാഷിം അല്ലേ? അമാൻ എങ്ങനെ പറയും? ഐ ആം അമാൻ. അങ്ങനെയല്ലേ പറയാം? ഓക്കെ മൈ കിഡ്സ്, ലെറ്റ് മീ ആസ്ക് യു സംതിങ്. മിസ് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക്. ആർ യു ഓൾ ഹാപ്പി? ആർ യു ഹാപ്പി? എന്താ മിസ് ചോദിക്കുന്നത്? എന്താ ചോദിക്കുന്നത്? ആർ യു ഹാപ്പി? നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണോ? ആണോ? സേ യെസ് ഓർ നോ. ആർ യു ഹാപ്പി? യെസ്, എവ്രിബഡി സേസ് ദാറ്റ് ദേ ആർ ഹാപ്പി. എല്ലാവർക്കും സന്തോഷമാണല്ലേ? കുറച്ച് പേർക്ക് ചില വിഷമങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മളെല്ലാം എന്താ കുട്ടികളല്ലേ? കുഞ്ഞു കുട്ടികളാണ്. ആണോ? കുഞ്ഞിക്കുട്ടികളാണോ? അല്ല, കുഞ്ഞിക്കുട്ടികൾ എപ്പോഴായിരുന്നു നമ്മളായിരുന്നേ? നമ്മൾ LKG UKG ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ കുഞ്ഞിക്കുട്ടികളായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ കുഞ്ഞിക്കുട്ടികളാണോ? അല്ല, നമ്മൾ വലിയ ആൾക്കാരായി, കുറച്ചും കൂടെ വലുതായി. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അനിയത്തിമാർക്കും അനിയന്മാർക്കൊക്കെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരാ ഇനി കൂടുതൽ? നമ്മളാണല്ലേ? അപ്പം നമ്മൾ കുഞ്ഞിക്കുട്ടികളാണോ? അല്ല, നമ്മൾ കുറച്ചും കൂടെ വലുതായിട്ടുണ്ട് അല്ലേ? ഓക്കെ, ലെറ്റ് മീ ആസ്ക് യു സംതിങ് മോർ. Do you like to come to school? Do you like our school? What is our school's name? Our school's name is Ijaba, Al-Ijaba Central School, right? Do you love our school? Do you like our school? Yes, we all love our school. അപ്പോൾ മിസ് ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് എന്താ ഇപ്പോൾ സ്കൂളിൽ വരാൻ പറ്റാത്ത? മിസ്സുമാരെ ആരെയും കാണാൻ പറ്റുന്നില്ല, നമ്മുടെ ഫ്രണ്ട്സിനെ ആരെയും കാണാൻ പറ്റുന്നില്ല അല്ലേ? നമുക്ക് സ്കൂളിൽ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായില്ലേ? ആരെയും കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പുതിയ ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടേണ്ടതല്ലേ? ഇപ്പോൾ പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടില്ല. നമ്മളിപ്പോഴും എവിടെ തന്നെ ഇരിക്കുന്നത്? എവിടെ ഇരിക്കുന്നത്? നമ്മുടെ വീട്ടിലല്ലേ? വീട്ടിൽ. ഇപ്പോൾ കുട്ടികളെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുമോ? ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. എന്താ കാര്യം? എന്താ? നമുക്ക് ബീച്ചിൽ പോകാൻ പറ്റുമോ? ഇല്ല. നമുക്ക് പാരൻസിൻ്റെ കൂടെ പുറത്ത് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? ഇല്ല. എന്താ കാര്യം? എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ പോകാൻ പറ്റാത്തേ? പറഞ്ഞേ മക്കൾ, പറഞ്ഞേ, എന്താ പോകാൻ പറ്റാത്തേ? എന്തോ ഒരു കാര്യം ഉണ്ടല്ലേ? എന്താണത്? അതിൻ്റെ പേരെന്താ? കൊറോണ. യെസ്, അപ്പോൾ എല്ലാ മക്കൾക്കും അറിയാം അല്ലേ? കൊറോണ കാരണമാണ് എന്ത് പറ്റിയത്? നമ്മളൊക്കെ വീട്ടിലായി പോയത് അല്ലേ? അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് അല്ലേ എന്തൊരു ഹാപ്പി ആയിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സസൊക്കെ പോകുന്ന ആലോചിച്ച് നോക്കിക്കേ അല്ലേ? എന്നാലും കുഴപ്പമില്ലല്ലേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഒരു വർഷമായിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എല്ലാ കാര്യങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾക്ക് ടീച്ചർ ഓൾറെഡി പറഞ്ഞു മിസ് എന്ത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഇംഗ്ലീഷാണ്. അപ്പം അങ്ങനെ മക്കളൊക്കെ പറഞ്ഞു ഇംഗ്ലീഷ് പഠിക്കാൻ മക്കൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് മിസ്സിന് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? ഇഷ്ടമുള്ളത് പഠിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണ്ട? ഒത്തിരി കഷ്ടപ്പെടണ്ട. മക്കൾക്ക് ഓൾറെഡി ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ മിസ്സിന് എന്ത് ചെയ്യാം? നല്ല സന്തോഷത്തോടെ പഠിപ്പിക്കാൻ പറ്റും. എല്ലാ മക്കൾക്കും ഇംഗ്ലീഷ് ഇഷ്ടമാണ്, മിസ്സിനറിയാം. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കളോട് ഞാനൊരു കാര്യം ചോദിക്കുവാണ്.
നിങ്ങൾ LKG UKG പഠിച്ചിട്ടുള്ള കുട്ടികളല്ലേ? പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ 1ാം ക്ലാസ്സിലെത്തി. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ്? നമ്മൾക്ക് ആൽഫബറ്റ്സ് എഴുതാൻ അറിയാം. ABCD എഴുതാൻ അറിയത്തില്ല എൻ്റെ മക്കൾക്ക്? അറിയാം. എല്ലാവർക്കും എന്തറിയാം? ABCD എഴുതാൻ നന്നായിട്ട് അറിയാം അല്ലേ? അപ്പോൾ നമ്മൾ ABCD അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കണ്ടേ? നമ്മൾ എന്ത് ചെയ്യും? ഇംഗ്ലീഷ് നമുക്ക് നന്നായിട്ട് ABCD ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ കുറച്ച് കുഞ്ഞു വേർഡ്സ് പഠിക്കാം. അത് കഴിഞ്ഞ് പിന്നെ വലിയ സെൻറ്റൻസ് പഠിക്കാം. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സംസാരിക്കാൻ പറ്റും. വി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെ വിട്ടേര്. അപ്പോൾ മിസ് ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. ഡു യു നോ കളേഴ്സ്? കളേഴ്സ് അറിയാവോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്? ഏതൊക്കെ കളേഴ്സാണല്ലേ? ഏതൊക്കെ കളേഴ്സാ? പച്ച, മഞ്ഞ, നീല, ചുമപ്പ് അല്ലേ? അതൊക്കെ ഇങ്ങനെയാ. അത് മലയാളമാണല്ലേ? നമ്മൾ ഏതാ പഠിക്കുന്നത് നമ്മൾ? ഇംഗ്ലീഷ് അല്ലേ? അപ്പോൾ അത് നമ്മൾ എങ്ങനെ പറയണം? പച്ചയാവുമ്പോൾ ഏതെന്ന് പറയും? ഗ്രീൻ അല്ലേ? ഇനി ചുമപ്പാണെങ്കിലോ? റെഡ് അല്ലേ? പിന്നെ മഞ്ഞയാണെങ്കിൽ യെല്ലോ, നീലയാണെങ്കിൽ ബ്ലൂ. അങ്ങനെ ആയിരിക്കും പറയാം. അറിയോ എല്ലാവർക്കും കളേഴ്സിൻ്റെ ഇംഗ്ലീഷ് നെയിംസൊക്കെ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. പച്ചയാണെങ്കിൽ എന്താ പറയുക? ഗ്രീൻ. GREEN, ഗ്രീൻ. ഇനി ചുമപ്പാണെങ്കിലോ? റെഡ്. RED, റെഡ്. ഇനി മഞ്ഞയാണെങ്കിലോ? യെല്ലോ. YELLOW, യെല്ലോ. ആൻഡ് ഇനി ഏത് കളറാ? നീലയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പറയാ? ബ്ലൂ. BLUE, ബ്ലൂ. ഓക്കെ, അപ്പോൾ ടീച്ചർ തരുന്ന വർക്ക് എന്താണെന്നറിയോ? നാളത്തേക്കുള്ള വർക്ക് എന്താണെന്നറിയോ? ഇന്നത്തെ നിങ്ങളുടെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കളേഴ്സിൻ്റെ നെയിം ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കളേഴ്സിൻ്റെ നെയിം മാത്രം എന്ത് ചെയ്യുക? നിങ്ങളുടെ ബുക്കിൽ എഴുതുക. അതാണ് ഇന്നത്തെ വർക്ക്. അപ്പം അറിയാവുന്ന കളേഴ്സ് മാത്രം എഴുതിയാൽ മതി. ഇപ്പോൾ ഒരു കളേഴ്സും അറിയില്ല എന്ന് പറയാൻ പാടില്ല കേട്ടോ. എന്തെങ്കിലും കളേഴ്സൊക്കെ അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് പച്ച അറിയാമെങ്കിൽ പച്ചയുടെ ഇംഗ്ലീഷ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക? പാരൻറ്റിനോട് ചോദിക്കുക. ഉമ്മയോടോ വാപ്പയോടോ ആരോടെന്ന് വെച്ചാൽ ചോദിച്ചിട്ട് സ്പെല്ലിങ് കറക്റ്റാക്കി നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ എഴുതി ആരെ കാണിക്കണം? മിസ്സിന് കാണിക്കണം അല്ലേ? നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ് മിസ്സിന് കാണണ്ടേ? അപ്പം അതുകൊണ്ട് നിങ്ങളത് എഴുതണം കേട്ടോ. എന്തോ മിസ് പറഞ്ഞ വർക്ക്? നിങ്ങൾക്ക് അറിയാവുന്ന കളേഴ്സ് ഇംഗ്ലീഷിൽ എഴുതി മിസ്സിന് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വർക്ക് അത്രയും മതി അല്ലേ? സന്തോഷമാണോ എല്ലാവർക്കും? ഹാപ്പിയാണോ എല്ലാവരും? ആർ യു ഹാപ്പി? യെസ്, ഓഫ് കോഴ്സ്. സോ നമുക്ക് ഇന്നത്തെ നമ്മുടെ സംസാരം കുറച്ച് നേരത്തേക്ക് അവസാനിപ്പിക്കാം. നമുക്കിനി നാളെ രാവിലെ കാണാം അല്ലേ? രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുളിച്ച് വൃത്തിയായി നല്ല സുന്ദരന്മാരായിട്ട് വന്നിരിക്കണം കേട്ടോ. നമുക്ക് നാളെ കാണണ്ടേ? സംസാരിക്കണ്ടേ കുറേ കാര്യങ്ങളൊക്കെ? മിസ്സിന് ഇത്രയും ചെറിയ സമയം കൊണ്ട് മിസ്സിന് നിങ്ങളെല്ലാവരും പരിചയപ്പെടാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പറഞ്ഞേ? ഫസ്റ്റ് എന്ത് കാര്യമാണ് പറഞ്ഞേ? പേര് പറയാൻ പഠിച്ചു അല്ലേ? അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. എന്താ നമ്മൾ പറഞ്ഞത്? മൈ നെയിം ഈസ് ജുബിന, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഐ ആം ജുബിന അല്ലേ? അങ്ങനെ ഒരു കാര്യം പഠിച്ചു. പിന്നെ മിസ് എന്താ നിങ്ങളടുത്ത് ചോദിച്ചത്? ആർ യു ഹാപ്പി? നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണോ എന്ന് ചോദിച്ചു അല്ലേ? അപ്പം എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും സന്തോഷമാണെന്ന് പറഞ്ഞു. പിന്നെ മിസ് ഒരു കുഞ്ഞ് വർക്ക് കൂടെ തന്നിട്ടുണ്ട്. എന്താണ്? നിങ്ങൾക്കറിയാവുന്ന കളേഴ്സിൻ്റെ നെയിം ഇംഗ്ലീഷിൽ എഴുതിയിട്ട് മിസ്സിനെ കാണിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ എല്ലാ കുട്ടികളെയും കാണാൻ പറ്റിയില്ല, ഒത്തിരി സന്തോഷമുണ്ട്. നമുക്കിനി എല്ലാ ദിവസവും കണ്ട് സംസാരിച്ച് കളിച്ച് ചിരിച്ച് ചെറിയ പാഠങ്ങളൊക്കെ പഠിച്ച് അങ്ങ് പോവാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു പറഞ്ഞേ എല്ലാവരും. ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്തു തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കഴിയുമ്പോൾ താങ്ക് യു പറയണം. താങ്ക് യു എന്ന് വെച്ചാൽ എന്താ? നന്ദി അല്ലേ? അപ്പോൾ എല്ലാവരും പറഞ്ഞേ മിസ്സിന് താങ്ക് യു പറഞ്ഞേ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടാറ്റാ.